ഇന്നലെ ഞാൻ അവിടെ പരിപാടിക്ക് വരാൻ വേണ്ടി വലിയറമ്പെന്ന് പോരാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോകണം. അവിടെ ഇപ്പോൾ കാറ് കൊണ്ടുപോകണോ? അപ്പം എൻ്റെ കൂടെയുള്ളവൻ പറഞ്ഞു കാർ അങ്ങോട്ട് കൊണ്ടുപോകണ്ട ഉസ്താദേ, അവിടെ വായൊക്കെ ഉണ്ട് പറഞ്ഞു. ആ ഭാഗത്താണ് വാഴ. അപ്പോൾ സിനിമ തിയേറ്ററാണ് അതിൻ്റെ അടുത്ത് നിന്നാണ് പറയുന്നത്. ആ വ്യാപാരി ഭവൻ്റെ ആ ഭാഗത്ത് അതിൻ്റെ തിരക്കാണ്. പെണ്ണുങ്ങൾ വന്നിട്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ കുടുംബസമേതം വന്ന് അവിടെ തിരക്കാണ്. നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയാം. സ്ത്രീകൾക്ക് വീടാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞല്ലോ. റസൂൽ എങ്ങനെയും പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളെ, അഖറബുമാ തകൂനുൽ മർഅതു മിൻ റൗഹത്തി റബ്ബിഹ, ഒരു സ്ത്രീ തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തോട് ഏറ്റവും അടുത്തിരിക്കൽ വയഫി കൈരി ബൈത്തിയ, വീട്ടിൻ്റെ കുണ്ടമുറിയിലാവുമ്പോഴാണെന്ന്. ഞങ്ങളുടെ കുണ്ടമുറി എന്ന് പറയും. ഏറ്റവും സ്വകാര്യത ഉള്ള റൂമിനാണ് അത് പറയാം. വീട്ടിൽ തന്നെ പല റൂം ഉണ്ടാവുമല്ലോ. കൂടുതൽ സ്വകാര്യത കിട്ടുന്ന റൂമിൽ നിസ്കരിക്കുമ്പോഴാണ് കൂടുതൽ കൂലി. സിറ്റ് ഔട്ടിൽ വളരെ കൂലി കുറയും. നിങ്ങൾ വേണേൽ മനസ്സിലാക്കിയുള്ളൂ. ഇതൊക്കെ അല്ലാഹു റസൂൽ പറഞ്ഞാണ്. നിങ്ങൾക്ക് ഞാൻ കാരണം വലിയ ഈ സിനിമാ രംഗത്ത് കഴിഞ്ഞ കൊല്ലൊക്കെ ഭയങ്കര വിവാദങ്ങളും മടിയും പോലീസ് പിടിക്കലും ഒക്കെ ഉണ്ടായി. എന്താ ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്? വാതിക്കൽ മുട്ടാണ് രാത്രി വന്നിട്ട്, കടന്നു പോകാൻ അയക്കണില്ല, കടന്നു കൊടുത്തു കഴിഞ്ഞാൽ അവസരം കിട്ടൂല. ഇതിങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ മറ്റൊരു അപ്പോൾ ഇവര് പറയാം എന്താ മറ്റേ രംഗത്തും അങ്ങനെ തന്നെയല്ലേ, സ്ത്രീകൾ രംഗത്തിറങ്ങണ എല്ലാ മേഖലയും അങ്ങനെ തന്നെയല്ലേ, പത്രരംഗത്തും അങ്ങനെ തന്നെയല്ലേ, അവിടെ അങ്ങനെ ഉണ്ടായില്ലേ? എല്ലാ രംഗവും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ രംഗത്തിറങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ത്രീനെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും വിചാരങ്ങളും നിശ്ചയിച്ച ആവിഷ്കരിച്ച റബ്ബ് പറയാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ലത് വീടാണ്, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഈമുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയും. നമ്മുടെ യഥാർത്ഥ ജീവിതം പരലോകമാണ്, അതാണ് ലക്ഷ്യം, അവിടെയാണ് ഒരു വിജയം കിട്ടേണ്ടതെന്നുള്ള ആളുകൾ അതൊക്കെ ഉൾക്കൊള്ളും. പോലെ അത് കടിഞ്ഞാനോടും. നാളെ പരലോകത്തിലും അല്ലാഹുത്തആല എങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ, ഇങ്ങൾക്ക് എന്നെ കാണാൻ പൂതിണ്ടായിരുന്നോ എന്നും ചോദിക്കും അല്ലാഹുത്തആല. ഹദീസിൽ അങ്ങനെയാണ്. ആദ്യമായിട്ട് മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എന്നെ കാണാൻ പൂതിണ്ടായിനോ? അത് മുഅ്മിനീങ്ങൾ എന്താ പറയുക? പൂതിണ്ടായിനോ പഠിച്ചവനെ? നമുക്കിപ്പം ചോദിച്ചു നോക്കുക, ഒരു ആത്മപരിശോധന നടത്തി നമുക്ക് അങ്ങനെ പൂതിയുണ്ടോ? അതാണ് കാണാനുള്ള പൂതി എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? നല്ലതാണ്. അപ്പോൾ അതേന്ന് പറയുമ്പോൾ അല്ലാഹ് ചോദിക്കും എന്തിന്, എന്താ അങ്ങനെ പൂതിയാക്കാൻ കാരണം? ഈ മുഅ്മിൻ എന്താ പറയാൻ തരുമോ? നിന്റെ മാപ്പ് പ്രതീക്ഷിച്ചു, വിട്ടുവീഴ്ച ചെയ്യും, നീ വലിയ റഹ്മാനാണല്ലോ, അങ്ങനെയാണ് കൊതിച്ചത്. അപ്പോൾ അല്ലാഹ് പറയും നീ കൊതിച്ചത് നിനക്ക് നിർബന്ധമായിരിക്കും, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയുന്ന. അങ്ങനെയൊക്കെ പറയെങ്കിലും ആ മുഅ്മിന് അവൻ്റെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാനിട്ട് ജീവിച്ച ആളാണ്.